നമസ്കാരം. ഈ വാർത്താദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്ത: എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ SFI KSU പ്രവർത്തകർ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. അറസ്റ്റിലായ ആകാശ് എന്ന വിദ്യാർത്ഥിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോളേജ് ഹോസ്റ്റലിൽ 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവും ത്രാസും ഉൾപ്പെടെ പിടികൂടിയിരുന്നു. ഹോളി ആഘോഷത്തിനായാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചതെന്നും പോലീസ് പറഞ്ഞു. കളമശ്ശേരി രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോസ്റ്റലിലെ പോലീസ് പരിശോധന. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോയോളം കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. പരിശോധനയ്ക്കിടെ ആദിൽ ഓടി രക്ഷപ്പെട്ടു. ആകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചത് ചെറു പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച 9 ഗ്രാം കഞ്ചാവാണ്. കഞ്ചാവ് വലിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ കുപ്പിയും കണ്ടെടുത്തു. കഞ്ചാവ് അളവിൽ കുറവായതിനാൽ അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആകാശിനെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹോളി ആഘോഷത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കഞ്ചാവ് എത്തിച്ചതായാണ് വിലയിരുത്തൽ. പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പിരിവ് നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആര് കഞ്ചാവ് കൈമാറി എന്നതിലാണ് അന്വേഷണം. 24 കൊച്ചി. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം തള്ളി SFI സംസ്ഥാന നേതൃത്വം. പോലീസ് കേസെടുത്ത അഭിരാജിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിഷയത്തിൽ ജാഗ്രതക്കുറവുണ്ടായെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. കേസിൽ KSU പ്രവർത്തകർ ഉണ്ടെങ്കിൽ സംരക്ഷിക്കില്ലെന്ന് KSU നേതൃത്വവും വ്യക്തമാക്കി. 2 നിലകളുള്ള ഹോസ്റ്റലിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിൽ നിന്നും 1-ാം നിലയിലെ മുറിയിൽ നിന്നുമായാണ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറയുന്നു. ഇതിൽ താഴത്തെ നിലയിലുള്ള മുറി KSU പ്രവർത്തകരുടേതും 1-ാം നിലയിലെ മുറി SFI പ്രവർത്തകരുടേതുമാണ്. എല്ലാവരും താമസിക്കുന്ന മുറി തന്നെയാണ് അത്. ആ മുറിയിൽ ആരാണ് അവർക്ക് താമസിക്കുന്നത്? ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മുറി ഉണ്ടല്ലോ. എന്നാൽ കഞ്ചാവ് പിടികൂടിയതിൽ ഒരു പങ്കുമില്ലെന്നാണ് പ്രാദേശിക SFI KSU നേതാക്കളുടെ വാദം. KSUവിന്റെ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ കനത്തിൽ കഞ്ചാവ് പിടിക്കുമ്പോൾ SFIക്കാരനും ഇരിക്കട്ടെ ഒന്ന് എന്നുള്ള നിലയ്ക്ക് KSUക്കാർ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണോ, പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്നുപോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ആകാശ് ഒരിക്കലും ഇത് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇതിൽ എന്തോ ആരും പെടുത്തിയതാണോ എന്തോ കാര്യമൊന്നും അറിയത്തില്ല. SFI പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം സംസ്ഥാന നേതൃത്വം തള്ളി. ജാഗ്രതക്കുറവുണ്ടായെന്നും അഭിരാജിനെതിരെ നടപടിയെടുക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പക്ഷെ അതിൽ ഞങ്ങൾ കാണുന്ന ഒരു ജാഗ്രത കുറവുണ്ട്. ആ ജാഗ്രത കുറവെന്ന് പറയുന്നത് ആ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത്. പോലീസ് ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ചു. കേസിൽ KSU നേതാക്കൾക്ക് പങ്കില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വാദം. കുറ്റക്കാരുണ്ടെങ്കിൽ സംരക്ഷിക്കില്ലെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. KSUമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തുക. സംഭവത്തിൽ പോളിടെക്നിക് പ്രിൻസിപ്പലിനെ ABVP പ്രവർത്തകർ ഉപരോധിച്ചു. സംഘടന ഏതാണെങ്കിലും ലഹരിയെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയിലാണ് പ്രതികരണം. ലഹരി മരുന്ന് മാഫിയയുടെ കണ്ണിയായി SFI മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്, ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്, അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിലുണ്ടാവില്ല. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന അരാജക പ്രവണത അത് ചിലപ്പോൾ ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് സംഘടനയിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ, ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. കളമശ്ശേരി പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ SFI നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് അപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ, കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിന്റെ കണ്ണിയായി
SFI മാറിയിരിക്കുകയാണ്. ഇപ്പൊ പൂക്കോട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കറിയില്ലാത്തത്? അതിൽ SFI നേതാക്കളുണ്ട്. ഹോസ്റ്റലിലൊക്കെ ഇല്ലാത്ത ആളുകൾ അവിടെ പഠിച്ചു പോയവരും അവിടെ ക്യാമ്പ് ചെയ്യാണ്. മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യാണ്. ഇതാദ്യമായല്ല കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്നത്. മുൻപ് നടത്തിയ പരിശോധനയിൽ ക്യാമ്പസിൽ നിന്ന് കഞ്ചാവുമായി പൂർവ്വ വിദ്യാർത്ഥിയെ പിടികൂടിയിരുന്നു. ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമെങ്കിലും പരിശോധന നടത്താൻ വിദ്യാർത്ഥികൾ സമ്മതിക്കാറില്ല. കഴിഞ്ഞ വർഷം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 100 ഗ്രാം കഞ്ചാവുമായി പൂർവ്വ വിദ്യാർത്ഥിയെ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കൊപ്പം കഞ്ചാവ് ഉപയോഗിക്കാൻ എത്തിയതായിരുന്നു ഇയാൾ. കോളേജിനുള്ളിൽ കഞ്ചാവും മറ്റ് നിരോധിത ലഹരി വസ്തുക്കളും നിർബാധം ഉപയോഗിക്കുന്നുവെന്ന വിവരം അധ്യാപകർക്കും ഹോസ്റ്റൽ വാർഡനുമടക്കം അറിയാമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ യൂണിയനെ പേടിച്ച് അധ്യാപകരും മറ്റ് ജീവനക്കാരും മൗനം പാലിക്കുകയാണ്. അധ്യാപകർക്ക് പോലും ഹോസ്റ്റലിനുള്ളിൽ പ്രവേശനമില്ല. ഇത് തൊട്ടടുത്തുള്ള കളമശ്ശേരി പോലീസിന് അറിയാമെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തെ ഭയന്ന് പോലീസും യാതൊരു പരിശോധനകളും നടത്താറില്ല. ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഞ്ചാവ് ഹോസ്റ്റലിൽ വാങ്ങി സൂക്ഷിക്കാറുള്ളത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കോളേജിനുള്ളിൽ ഒതുക്കപ്പെട്ട പരാതികൾ നിരവധിയാണ്. എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവൊന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല. മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ മീറ്റിങ്ങുകളിലുമൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് നിങ്ങളറിയാതെ തന്നെ നമ്മളെ ഇത്തരം നടപടികളിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സർക്കാർ തലത്തിലും പോലീസ് ഇതുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ എതിർത്താൽ കായികമായി ആക്രമിക്കപ്പെടുമെന്ന പേടി മറ്റു വിദ്യാർത്ഥികൾക്കുമുണ്ട്. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ കൂടുതൽ പേർ കേസിൽ പ്രതികളാകുമെന്നും ഉറപ്പാണ്. 24 കൊച്ചി. അതിനിടെ ലഹരിമരുന്ന് കേസിൽ 2 ടാൻസാനിയൻ പൗരന്മാർ കേരള പോലീസിന്റെ പിടിയിലായി. പഞ്ചാബിലെത്തിയാണ് കോഴിക്കോട് കുന്നമംഗലം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ജാനുവരിയിൽ 221 ഗ്രാം MDMA പിടികൂടിയ കേസിൽ നടത്തിയ അന്വേഷണമാണ് അന്താരാഷ്ട്ര ബന്ധം പുറത്തുവരുന്നതിന് സഹായകമായത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കോഴിക്കോട്ടെത്തിച്ചു. കേസിൽ നേരത്തെ 2 പേർ പിടിയിലായിരുന്നു. കോഴിക്കോട് വടകരയിൽ ബൈക്ക് മോഷണ സംഘത്തിലെ 2 വിദ്യാർത്ഥികൾ കൂടി പിടിയിൽ. ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ പിടിയിലായ വിദ്യാർത്ഥികളുടെ എണ്ണം 7 വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ബൈക്കുകൾ മോഷണം പോയെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 5 വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. മോഷണം പോയ 6 ബൈക്കുകൾ ഇവരിൽ നിന്ന് കണ്ടെത്തി. സംഘത്തിൽ ഉൾപ്പെട്ട 2 വിദ്യാർത്ഥികൾ കൂടിയാണ് ഇന്ന് പിടിയിലായത്. ഒരു ബൈക്കും കണ്ടെടുത്തു. ബൈക്ക് മോഷണം പതിവായതോടെ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. പിന്നാലെയാണ് മോഷണത്തിന് പിന്നിൽ വിദ്യാർത്ഥികളാണെന്ന് തിരിച്ചറിഞ്ഞത്. മോഷ്ടിച്ച ബൈക്കുകൾ രൂപമാറ്റം വരുത്തിയും വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചുമായിരുന്നു വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ പേർ മോഷണത്തിന് പുറകിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 24 കോഴിക്കോട്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിൽ പരസ്യ പ്രതിഷേധം നടത്തിയ A. പത്മകുമാറിനെ തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ A. പത്മകുമാർ പരസ്യമായി പറഞ്ഞു. സംസ്ഥാന സമിതിയിലെ നിയമനങ്ങൾ ബോധ്യപ്പെടാത്തവരെ പാർട്ടി ബോധ്യപ്പെടുത്തുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. P. ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിലെ വിവാദം സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക? പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. അത് ആര് എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ അതിന് 2 കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത്. ഒന്ന് അതിന്റെ മെറിറ്റാണ്, മറ്റൊന്ന് അതിന്റെ മൂല്യമാണ്. അത് വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെടൽ പ്രശ്നമാണ്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലയാൾക്ക് ബോധ്യം ഉണ്ടാവില്ല. അത് ഉണ്ടാക്കും പോരെ. അങ്ങനെ ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്തിയല്ലേ വേണ്ടേ? അത് ഞങ്ങൾ ചെയ്യും. പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും ഒരു ശിശുമരണമുണ്ടായി. ആ വാർത്തയിലേക്കാണ്. അഗളി വീട്ടിയൂരിലെ അജിത രാജേഷ് ദമ്പതികളുടെ 1 വയസ്സുള്ള മകൻ റിത്തിനാണ് മരിച്ചത്. കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയത്. കടുത്ത പനിയെ തുടർന്ന് കുട്ടിയെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിരുന്നു. ഈ മാസം 9-ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 1 വയസ്സുകാരനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് കുട്ടി മരിക്കുന്നത്. കുട്ടിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട്.
നടപടിക്രമങ്ങൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ നാമമാത്രമായിരിക്കെയാണ് ശിശുമരണം റിപ്പോർട്ട് ചെയ്തത്. വിഷയം ഗൗരവമായാണ് ആരോഗ്യവകുപ്പും കാണുന്നത്. ശ്രീകുമാരൻ, 24, പാലക്കാട്. കൊച്ചി മേനകയിൽ മത്സര ഓട്ടത്തിനിടെ സ്വകാര്യ ബസ് കയറി വീട്ടമ്മ മരിച്ചു. തോപ്പുംപടി സ്വദേശിനി സനിലയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം. മേനക ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിനെ മറികടന്ന് സജിമോൻ എന്ന സ്വകാര്യ ബസ് മുന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സനിലയും ഭർത്താവും ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ ബസ് ഇടിക്കുകയായിരുന്നു. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സനില ബസിന്റെ പിറകിലെ ചക്രത്തിൽ കുരുങ്ങി 100 മീറ്ററോളം റോഡിലൂടെ വലിച്ചിഴക്കപ്പെട്ടു. സമീപത്തുണ്ടായിരുന്നവർ ബസ് തടഞ്ഞാണ് സനിലയെ പുറത്തെടുത്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ഭേദപ്പെട്ട സാഹചര്യമുള്ളത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ഉയരും. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് ആണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്, ഇടുക്കി ജില്ലകളിൽ 34 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രവചനം. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ 5990 കോടി രൂപ കൂടി അധികം കടമെടുക്കാൻ കേരളം. അടുത്ത ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ മാസം 12,000 കോടി രൂപ വായ്പ എടുക്കാനാണ് അനുമതി തേടിയത്. ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് 6250 കോടിയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി തുടരുന്നതടക്കം കണക്കിലെടുത്ത് 6000 കോടിയും കടമെടുക്കാനായിരുന്നു അനുമതി തേടിയത്. എന്നാൽ 5990 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. സാധാരണ ഒരു മാസം ശരാശരി 15000 കോടി രൂപയാണ് ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് വേണ്ടത്. എന്നാൽ സാമ്പത്തിക വർഷത്തെ അവസാന മാസം ആയതിനാൽ ഈ മാസം മാത്രം 25,000 കോടി രൂപയുടെയെങ്കിലും ബില്ലുകൾ പാസാക്കി പണം നൽകേണ്ടതുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തെ മാത്രം കേരളത്തിൻ്റെ ആകെ കടമെടുപ്പ് 42,000 കോടി രൂപയോളം ആയിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി ലഭിച്ചത് സർക്കാരിന് ഏറെ ആശ്വാസകരമാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. സംസ്ഥാനത്ത് റേഷനരിക്കും പഞ്ചസാരയ്ക്കും അടക്കം വില കൂട്ടണമെന്ന് സർക്കാരിന് ശുപാർശ. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെ പഠിക്കാൻ നിയോഗിച്ച സർക്കാർ സമിതിയുടേതാണ് ശുപാർശ. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി. ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻഗണനേതര വിഭാഗത്തിൽ നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്നാണ് ശുപാർശ. സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന പഞ്ചസാരയ്ക്കും വില വർദ്ധിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. ഇതിലൂടെ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ തുക കണ്ടെത്താമെന്നാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ 13,872 റേഷൻ കടകൾ 10,000-ആയി കുറയ്ക്കാനുള്ള ശുപാർശയും റിപ്പോർട്ടിലുണ്ട്. ഒരു കടയിൽ 800 കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ. വിൽപ്പനയുടെ തോതനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിംഗ് കൺട്രോളർ, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണ്. തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വ്യാപാരികൾ 70-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത്. മാസം 15 ക്വിന്റലിൽ താഴെ മാത്രം വിൽപ്പനയുള്ള 85 കടകൾ നിലനിർത്തണമോ എന്ന് പരിശോധിക്കണം. ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയുള്ള മറ്റു കടകളെ ലയിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് ശുപാർശ സർക്കാരിന് സമർപ്പിച്ചത്. 24, തിരുവനന്തപുരം.
ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന് രൂക്ഷ വിമർശനവുമായി CPIM. സർക്കാർ ഭൂമിയിൽ കുരിശ് നിർമ്മിച്ചിട്ടുള്ള കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. കയ്യേറ്റം സംരക്ഷിക്കാൻ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മതസംഘടനകൾ നിലപാട് സ്വീകരിക്കണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് നിർമ്മിച്ചത് ഒറ്റ ദിവസം കൊണ്ടല്ല. കുരിശ് പൊളിച്ചു മാറ്റിയെങ്കിലും 20 അടിയുള്ള കുരിശ് നിർമ്മിച്ചത് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്നാണ് CPIM വിമർശനം. ജനങ്ങളെ സർക്കാരിനെതിരാക്കി റവന്യൂ ഉദ്യോഗസ്ഥർ വൻകിട കയ്യേറ്റക്കാരെ സഹായിക്കുകയാണ്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതിനെല്ലാം കുടപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പീരുമേട് താലൂക്കിലെ 5 സർവേ നമ്പറുകളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരെ വലയ്ക്കുന്നതെന്നാണ് CPIM വിലയിരുത്തൽ. അനധികൃത കയ്യേറ്റമുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം. ഇതിനു പകരം സാധാരണക്കാരെ ബാധിക്കുന്ന വിധത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ വിവേകമില്ലായ്മയെന്നാണ് CPIM വിമർശനം. 24 ഇടുക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPIM നേതാവ് K രാധാകൃഷ്ണൻ MPയെ ചോദ്യം ചെയ്യാൻ ഉറച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. K രാധാകൃഷ്ണൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് അയക്കാനാണ് EDയുടെ തീരുമാനം. ED നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് CPIM നിലപാട്. K രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്ത് CPIM ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ നീക്കം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഹാജരാക്കാൻ ED K രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൽക്കാലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് K രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. ED അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും അത്രമാത്രമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട്. K രാധാകൃഷ്ണനെ പോലൊരു നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലെ പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെന്റ് അംഗവുമായ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് K രാധാകൃഷ്ണനെ ED നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസക്കാലമായി തൃശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളുടെ തുടർച്ചയായാണ് ഈ നടപടിയെയും കാണേണ്ടത്. ഇതിനെ ശക്തിയായി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര ഏജൻസികൾ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ചോദ്യം ചെയ്യലിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് ED രാധാകൃഷ്ണന് വീണ്ടും സമൻസ് അയക്കും. കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ED നീക്കം. 24 കൊച്ചി. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് ഇനി. RSSനെതിരായ നിലപാട് ആവർത്തിച്ച് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി. തുഷാർ ഗാന്ധിയെ തടഞ്ഞ RSS BJP നടപടിയെ വിമർശിച്ച് ഇന്നും കോൺഗ്രസ് CPIM നേതൃത്വം രംഗത്തെത്തി. അതേസമയം തുഷാർ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് BJP. നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ P ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനത്തിനെത്തിയ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. വേദിയിൽ അന്ന് നടത്തിയ RSS വിമർശനം ഇന്ന് ആലുവ UC കോളേജിലെ ഗാന്ധി അനുസ്മരണ വേദിയിലും തുഷാർ ഗാന്ധി ആവർത്തിച്ചു. And continue to fight against them and continue to call upon my friends to join this fight to save our nation. This is a fight which is even more essential than the freedom fight. ചടങ്ങിൽ തുഷാർ ഗാന്ധിക്കൊപ്പം വേദി പങ്കിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്തുണയാവർത്തിച്ചു. തുഷാർ ഗാന്ധിക്കെതിരായ RSS BJP നടപടിക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. വർഗീയവാദികൾ കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്നാൽ തുഷാർ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് BJP. ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആള് ഗാന്ധിജിയെ വിറ്റ് കാശാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എത്ര വില കൽപ്പിക്കണം എന്നുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. UC കോളേജ് വളപ്പിൽ മഹാത്മാഗാന്ധി മാവ് നട്ടതിന് 100 വർഷം തികയുന്ന വേളയിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിലാണ് തുഷാർ ഗാന്ധി പങ്കെടുത്തത്. 24 കൊച്ചി.
മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. സന്നിധാനത്ത് ഇന്നു മുതൽ പുതിയ ദർശന ക്രമീകരണവും ഏർപ്പെടുത്തുന്നു. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, പുതിയ ദർശന ക്രമീകരണത്തിന്റെ പരീക്ഷണം കൂടിയാണ് നടക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, മീനമാസ പൂജകൾക്കായി 5 മണിയോടുകൂടിയാണ് ശബരിമല നട തുറന്നത്. വലിയ തിരക്കാണ് ശബരിമലയിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. വലിയ തോതിലുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തുന്നു. കൂടുതൽ പേരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അന്യ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ എത്തി. ഈ ദർശന കാലത്ത് ഈ മീനമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ വലിയ പ്രത്യേകത പുതിയ ദർശന രീതി തന്നെയാണ്. ഈ ബലിക്കലിന് സമീപത്തോടുകൂടി നേരിട്ട് നടയിലേക്ക് ദർശനം നടത്താനുള്ള ഒരു സംവിധാനമാണ് ദേവസ്വം ബോർഡ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ രീതി നടപ്പിലാക്കുന്നതോടുകൂടി തിരക്ക് കുറയുകയും ഭക്തർക്ക് കൂടുതൽ സമയം ദർശനത്തിലുള്ള ഒരു സമയം ലഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുറച്ചു മുമ്പ് നമ്മളോട് പറഞ്ഞത്. 10 മുതൽ 25 സെക്കൻഡ് വരെ ഭക്തർക്ക് പുതിയ സംവിധാനം വഴി ദർശനത്തിന് അവസരം നൽകും. എന്തായാലും പുതിയ രീതിയെക്കുറിച്ച് ഭക്തർക്ക് പറയേണ്ടത് ഉൾപ്പെടെ നമുക്ക് അറിയേണ്ടത് ചേട്ടാ, പുതിയ രീതി നടപ്പിലാക്കുന്നുണ്ട്. ഇങ്ങനെ നേരിട്ട് അത് ഉപയോഗപ്രദമല്ലേ? തിരക്ക് കുറയാൻ സഹായിക്കില്ലേ? தெரியல, போய் பார்த்தா தான் தெரியும். இப்போ எப்படி இருக்குன்னு தெரியல. முன்னாடியோட இப்போ டைம் அதிகமாகிற மாதிரி ஃபீல் ஆகுது. അതാണ്. ഓക്കെ, എന്തായാലും പുതിയ രീതി നടപ്പിലാക്കിയെങ്കിലും മേൽപ്പാലത്തിലൂടെ ഇരുമുടിക്കെട്ടില്ലാതെ വരുന്ന ഭക്തരെ നിലവിൽ കയറ്റുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മേൽപ്പാലത്തിലും വലിയ തോതിലുള്ള തിരക്കുണ്ട്. അത് ഇരുമുടിക്കെട്ടില്ലാതെ വരുന്ന ഭക്തരെയാണ് മേൽപ്പാലത്തിലൂടെ കൂടി കയറ്റിവിടുന്നത്. കൂടുതൽ ഭക്തരും കേരളത്തിന് പുറത്തുള്ളവർ ആണെന്നതാണ് ഈ മീനമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴുള്ള വലിയ പ്രത്യേകത. മേൽപ്പാലത്തിലൂടെ നിരവധി ഇരുമുടിക്കെട്ടില്ലാത്ത ഭക്തർ ദർശനത്തിന് വേണ്ടി എത്തുന്നു. എന്തായാലും ശബരിമലയിൽ മീനമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഇന്നു മുതൽ പുതിയ ദർശന ക്രമീകരണം. അതിലൂടെ കൂടുതൽ നേരം ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമുണ്ടാകുമെന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. തിരികെ വാർത്താ സന്ധ്യയിലേക്ക് ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വിവാഹാഭരണങ്ങളുടെ മികച്ച ശേഖരവുമായി ഭീമ ജ്വല്ലറിയുടെ ഫെയറി ടെയിൽ വെഡിംഗ് ഫെസ്റ്റ്. തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിലായി നടത്തുന്ന ഫെസ്റ്റിവൽ ആരംഭിച്ചു. തിരുവനന്തപുരം ഷോറൂമിലാണ് ഫെസ്റ്റ് ആരംഭിച്ചത്. 20 വരെയാണ് ഷോറൂമിൽ ഫെസ്റ്റ്. ആറ്റിങ്ങൽ ഷോറൂമിൽ 21 മുതൽ 24 വരെയും പോത്തൻകോട് ഷോറൂമിൽ 27 മുതൽ 30 വരെയും ഫെസ്റ്റിവൽ നടക്കും. വിവാഹാവശ്യങ്ങൾക്കുള്ള വ്യത്യസ്ത ആഭരണങ്ങളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. അഡ്വാൻസ് ബുക്കിംഗ്, ആഭരണ രംഗത്തെ വിദഗ്ധരുടെ സേവനങ്ങൾ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സേവനം എന്നിവയും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസങ്ങളിൽ ഏകദേശം 150-200ഓളം കല്യാണ സെറ്റുകൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആൾക്കാർക്ക് മേടിക്കാനുള്ള ഒരു സൗകര്യവും അനുകൂലമായിട്ടൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ 6 ദിവസം ഞങ്ങൾ നടത്താൻ പോകുന്ന ഈ സിസ്റ്റം ഒരു 6 ദിവസം കൊണ്ടാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 6 ദിവസം കൊണ്ട് ഏകദേശം 1000ഓളം സെറ്റുകൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിയും. അത് മേടിക്കാനുള്ള ആൾക്കാരും റെഡിയായിരിക്കുകയാണ്. ഓരോ ദിവസവും 50 മുതൽ 100 വരെ കസ്റ്റമേഴ്സ് വെഡ്ഡിംഗ് പർച്ചേസിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരാൻ നേരിട്ടിട്ടുണ്ട്. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.